ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ത്രികോണമിതി എന്ന ചാപ്റ്ററാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ചുവടെയുള്ള രണ്ട് പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1. കോണുകൾ 50, 60, 70 ഡിഗ്രിയായ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം sin 50 sin 60 sin 70 ആണ്. പ്രസ്താവന 2. ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അതിൻ്റെ എതിർ കോണിൻ്റെ സൈനിനെ പരിവൃത്ത വ്യാസം കൊണ്ട് ഗുണിച്ചതാണ്. ഈ പറഞ്ഞിരിക്കുന്നവയിൽ ശരി ഏതാന്ന് കണ്ടുപിടിക്കുക. ഏതാ ശരി? എന്തൊക്കെയാണ് രണ്ട് പ്രസ്താവനയും നമുക്ക് നോക്കാം. ഇതിന് 1 മാർക്കാണ്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ഒരു ത്രികോണം തന്നിട്ടുണ്ട്. അതിൻ്റെ 3 കോണുകൾ, ഒന്ന് 60, ഒന്ന് 70, ഒന്ന് 50 ഡിഗ്രി, 3 കോണുകൾ. ഇനി വശങ്ങളുടെ അംശബന്ധം sin 50 ഡിഗ്രി ഈസ്റ്റു sin 60 ഈസ്റ്റു sin 70 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചൊരു കോൺസെപ്റ്റാണ് എന്ത്? ABC. ഇത് 3 കോണുകളാണ് ഒരു ത്രികോണത്തിൻ്റെ. അപ്പോൾ എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BC എന്തായിരിക്കും? 2R sin A ആയിരിക്കും. ഇതിലെ 2R എന്താ? ഈ എയും ബിയും സിയും എന്താണ്? ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസും ഒരു സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ സൈൻ എടുത്തിട്ട് അതിനെ ഡയമീറ്റർ വ്യാസം കൊണ്ട് ഗുണിക്കുന്നതാണ്. ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്തായിരിക്കും? 2R sin A. ആർ എന്ന് പറഞ്ഞാൽ എന്താ? R is the റേഡിയസ്. എ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ആംഗിൾ. ഇനി ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? AC എന്താണ്? 2R sin B. ഇനി സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? AB. അതെന്താ? 2R sin C ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BC എത്രയാണ്? ഈസ്റ്റു AC ഈസ്റ്റു AB. വശങ്ങളുടെ അംശബന്ധം ഒന്ന് നോക്കാം. വശങ്ങൾ BC ഏതാ? 2R sin A ഈസ്റ്റു AC എന്താ? 2R sin B ഈസ്റ്റു AB ഏതാ? 2R sin C. ഇപ്പം ഇതിലെല്ലാത്തിലും എന്ത് കോമൺ ആണ്? 2R കോമൺ ആണ്. അപ്പോൾ അത് ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്? sin A ഈസ്റ്റു sin B ഈസ്റ്റു sin C. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. പ്രസ്താവന 1ൻ്റെ കാരണമാണ് എന്ത്? പ്രസ്താവന 2 അല്ല. ഇതിൻ്റെ ഈ കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രസ്താവന 2. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഓർത്തിരിക്കുക. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈനിൻ്റെ കൂടെ എന്ത് ഗുണിച്ചതാണ്? വ്യാസം ഗുണിച്ചതാണ്. വ്യാസം എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഈ ട്രയാങ്കിളിൻ്റെ 3 മൂലകളും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ അതിൻ്റെ ആ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ കൂടെ എന്ത് ഗുണിച്ചതാണ്? ഈ എതിർ കോണ് ഗുണിച്ചതാണ് അതിൻ്റെ എതിർവശം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ചിത്രവും ഈ ഒരു ഇതും ഓർത്തിരിക്കുക. ഇനി അടുത്തത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു കെട്ടിടത്തിൻ്റെ മുകളറ്റം ഒരു കുട്ടി 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 10 മീറ്റർ മുന്നോട്ട് നടന്നതിന് ശേഷം നോക്കിയപ്പോൾ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. മേൽക്കോൺ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ഓഫ് എലിവേഷൻ. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക. ഇനി ചിത്രം വരയ്ക്കുക എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ചിത്രം വരയ്ക്കണം. അതിനെന്തായാലും 1 മാർക്ക് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ കുട്ടിയുടെ ഉയരം തരാത്തത് കൊണ്ട് നമുക്ക് ഉയരം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഉയരം കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇനി കുട്ടി നിൽക്കുന്നു, കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇനി അതൊന്നും തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നും വരയ്ക്കേണ്ട. അപ്പോൾ ഇതാണ് AB, ഇതാണ് കെട്ടിടം.
ഈ കെട്ടിടത്തിനെ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്? 35 ഡിഗ്രി മേൽക്കോണിൽ. 35 ഡിഗ്രി. അപ്പോൾ ഇത് ഏതുമായിട്ടാണ് നമ്മൾ എടുക്കണത്? ഇപ്പോൾ ഗ്രൗണ്ട്, ഇത് 35 ഡിഗ്രി. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ നേരെയുള്ള കാഴ്ചയും പിന്നെ ഉയർന്ന കാഴ്ചയും തമ്മിലുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞ് മേൽക്കോണെന്ന് പറഞ്ഞ് എടുക്കും. ഇവിടെ കുട്ടിയുടെ ഉയരം തരാത്തത് കൊണ്ട് നമ്മൾ എന്തുമായിട്ടാണ്? ഗ്രൗണ്ടുമായിട്ടാണ് ഇത് നോക്കണത്. അപ്പോൾ ഇതെത്രയാണ്? 35 ഡിഗ്രി. ഇനി കുട്ടി 10 മീറ്റർ മുന്നോട്ടേക്ക് നടന്നു. എന്നിട്ട് കുട്ടി വീണ്ടും എങ്ങോട്ട്? കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു എത്ര ഡിഗ്രി വരും? ഒരു 70 ഡിഗ്രി. 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ ഈ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് കാണാൻ പറ്റും. എപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ അതിന് പേരൊക്കെ കൊടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന അളവുകളൊക്കെ ചിത്രത്തിൽ എഴുതാൻ നോക്കുക. എത്രയാണ് തന്നിരിക്കണേ? കുട്ടി ആദ്യം നിൽക്കണ പൊസിഷൻ ഏതാ? ഇവിടെ ഡി എന്ന ഈ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് നോക്കിയത്. അത് കഴിഞ്ഞ് ഒരു 10 മീറ്റർ ഇങ്ങോട്ട് മാറി സി എന്ന പോയിന്റിൽ വന്നിട്ടാണ് വീണ്ടും കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കണം. അപ്പോൾ ഇതെന്താണ്? ഇത് 10 മീറ്ററാണ്. ഏതാ? ഡി ടു സി വരെ ഉള്ള ഒരു ലെങ്ത്താണ് 10 മീറ്റർ. അപ്പോൾ ഇത്രയും വരയ്ക്കുമ്പോൾ ഇതെല്ലാം എഴുതി അടയാളപ്പെടുത്തണം. ഇനി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ്. അപ്പം ഞാൻ എപ്പോഴും ട്രിഗോണോമെട്രിയിൽ പറയാറുണ്ട്, നമുക്ക് ട്രിഗണോമെട്രിയിൽ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഇപ്പോൾ ഒരു വശം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു റൈറ്റ് ട്രയാങ്കിൾ വേണം. പിന്നെ അതിലൊരു ആംഗിൾ അറിയണം. പിന്നെ അതിലൊരു സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് അറിയണം. മനസ്സിലായോ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിളും ഒരു കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. റൈറ്റ് ട്രയാങ്കിളിൽ ഒരു കോൺ 90. അപ്പോൾ ഒരു കോൺ അറിയാലോ എന്നല്ല, അതർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിളും പിന്നെ ഒരു സൈഡും അറിഞ്ഞാൽ നമുക്ക് ഏത് വശം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എ ബി സി, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം ഇതെന്താ? ഇതൊരു 90 ഡിഗ്രിയാണ് അല്ലേ? കെട്ടിടവും ഗ്രൗണ്ടും തമ്മിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. പിന്നെ ഏതാ? എ ബി ഡി റൈറ്റ് ട്രയാങ്കിളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആംഗിളും കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ആംഗിൾ അറിയാം. ഈ ഒരു ട്രയാങ്കിളിൽ ആംഗിൾ 70 ഡിഗ്രി ഉണ്ട്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 35 ഡിഗ്രി ആംഗിളും അറിയാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിലും സൈഡ് അറിഞ്ഞൂടാ. ഇപ്പോൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ ബി സിയുടെയും സൈഡ് അറിയില്ല, എ ബിയുടെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്, എ സിയുടെയും ലെങ്ത്ത് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഇനി ട്രയാങ്കിൾ എ ബി ഡി എടുത്തു കഴിഞ്ഞാലോ ഏതെങ്കിലും ലെങ്ത്ത് അറിയോ? എ ഡിയുടെ ലെങ്ത്ത് അറിയില്ല, ബി ഡിയുടെയും ലെങ്ത്ത് അറിയില്ല. ഒരു ചെറിയൊരു പാർട്ട് മാത്രം അറിയാം. ബി ഡിയുടെ ഒരു കുറച്ച് ഭാഗം എത്ര നീളം ഉണ്ടെന്നറിയാം, 10 മീറ്റർ ഉണ്ടെന്നറിയാം. അല്ലാതെ ഫുള്ളായിട്ട് ഒരു വശത്തിൻ്റെ ലെങ്ത്ത് 2 ട്രയാങ്കിൾ നോക്കിയാലും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്ര വേണം? 180 അല്ല? ലീനിയർ പെയർ, രേഖീയ ജോഡി വെച്ചിട്ട് ഇതെത്രയാണ്? 180 ആണ് വേണ്ടത്. അപ്പോൾ ഇത് എത്ര വരണം? 110 ഡിഗ്രി വന്നാലാണ് 110 + 70 ഡിഗ്രി 180 ആവുക. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയി? 110 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഏത് ട്രയാങ്കിളാണ് നോക്കണ്ടേ? ട്രയാങ്കിൾ എ സി ഡി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ എത്രയാണ്? 35 ഡിഗ്രിയും ഒരു ആംഗിൾ 110 ഡിഗ്രിയും. അപ്പോൾ അടുത്ത ആംഗിൾ എത്രയാണ്? അടുത്ത ആംഗിൾ എത്രയാവണം? 180ൽ നിന്ന് 35ഉം 110ഉം കൂടി കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 35 ഡിഗ്രി കിട്ടും അല്ലേ? ഇവിടെ 35. അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? 35, 110. അപ്പോൾ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 180 കിട്ടി. അപ്പോൾ ഇതും 35ആണ്, ഇതും 35ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ? കാരണം ഇവിടെ 35, ഇവിടെയും 35. അപ്പോൾ ട്രയാങ്കിൾ എ സി ഡി എന്ത് ട്രയാങ്കിളാന്ന് പറയാം? ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഇതൊരു എന്ത് ട്രയാങ്കിളാണ്? സമപാർശ്വ ത്രികോണമാണ്. കാരണം ഇതിൻ്റെ 2 ആംഗിളും ഈക്വലാണ് അല്ലേ? ആംഗിൾ ഡിയും ആംഗിൾ എയും എന്താണ്? 35
ഡിഗ്രിയാണ്, ഈക്വലാണ്, തുല്യമാണ്. അപ്പോൾ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള വശം ഡി സിയും ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റുള്ള വശം എ സിയും തുല്യമായിരിക്കും അല്ലേ? ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റുള്ള വശം ഏതാ? എ സിയും ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള വശം ഡി സിയും തുല്യമായിരിക്കും. അതിൽ ഒരു വശത്തിൻ്റെ നീളം നമുക്കറിയാം. ഡി സി എത്രയാണെന്നറിയാം? 10 മീറ്റർ. അപ്പോൾ എ സിയും എത്ര തന്നെയായിരിക്കും? എ സി എത്ര കിട്ടി? 10 മീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം കിട്ടിയല്ലോ, ഒരു സൈഡ്, അതായത് ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ത് കിട്ടി? 10 മീറ്റർ എന്നുള്ള ലെങ്ത്ത് കിട്ടി. ഇതിൻ്റെ ഒരു ആംഗിളും അറിയാം അല്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിളും ആണ്. അപ്പോൾ പിന്നെ നമുക്കിനി എ ബിയുടെ നീളം കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ വരെ മനസ്സിലായോ? ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ വേണം? ഒരു റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ട് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വേണം. ഇനി റൈറ്റ് അല്ലെങ്കിൽ നമ്മളത് റൈറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യാറ് അല്ലേ? ഇങ്ങനെ വരച്ചിട്ട് അത് റൈറ്റ് ആക്കും. ഇനി റൈറ്റ് ട്രയാങ്കിളും അതിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിളും ഒരു വശം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വശങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ഒന്ന് റൈറ്റ് ട്രയാങ്കിൾ എ ബി സിയും അടുത്തത് എ ബി ഡിയും. പക്ഷെ രണ്ടിൻ്റെയും ഓരോ ആംഗിൾ അറിയാം, പക്ഷെ ഓരോ സൈഡ് അറിഞ്ഞൂടാ. എ ബി ഡിയിലെ ഒരു സൈഡിൻ്റെ കുറച്ച് ഭാഗം മാത്രം അറിയാം, അപ്പോൾ അത് കിട്ടണില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കി. അത് റൈറ്റ് ട്രയാങ്കിൾ അല്ല, മട്ടത്രികോണം അല്ല, എ സി ഡി എന്നൊരു ത്രികോണം നോക്കി. അതിലെ ഈ ഒരു ആംഗിൾ 35 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഇതിൻ്റെ തൊട്ടടുത്ത ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 110 അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടി? 35. അപ്പോൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ കോണുകളാണ്. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ എ ബി സി എടുക്കാം. റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ഇതിൽ ഒരു സൈഡ് അറിയാലോ, എ സി ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ. പിന്നെ ആംഗിൾ സി അറിയാം 70. അപ്പോൾ നമുക്ക് എന്തെടുത്താൽ മതി? നമുക്ക് വേണ്ടത് ഏതാ? ഈ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് അറിയണ സൈഡ് ഏതാ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ എന്തായിട്ട് വരും? ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും അല്ലേ? ട്രയാങ്കിൾ എ ബി സിയിലെ എ സി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. കാരണം ആ സൈഡ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താ? ഹൈപ്പോട്ടിന്യൂസ്, കർണ്ണാണ്. അപ്പോൾ നമുക്ക് കർണ്ണ അറിയാം, കണ്ടുപിടിക്കേണ്ടത് എതിർവശമാണ്. അപ്പോൾ എടുക്കേണ്ട റേഷ്യോ ഏതാ? സൈൻ 70 അല്ലേ? സൈൻ 70 എന്ത് കിട്ടും? എ ബി ബൈ എ സി. അതിൽ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്. ഇനി എ സി എത്രയാണ്? 10 മീറ്റർ. സൈൻ 70 ടേബിളിൽ നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 0.9397 ഈക്വൽ ടു എ ബി ബൈ 10. അപ്പോൾ എ ബി എത്രയായിരിക്കും? ഈ 10 ഇങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താവും? 0.9397 ഇൻറ്റു 10. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പോയിൻ്റ് എന്ത്? ഒരു വശം അല്ല, ഒരു അക്കം ഇങ്ങോട്ടേക്ക് മാറും അല്ലേ? അപ്പോൾ പോയിൻ്റ് എവിടെ വരും? ഇങ്ങോട്ട് വരും. അതായത് 9.397. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 9.4 എന്ന് എഴുതാം അല്ലേ? 39 എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 9.4 മീറ്റർ. അപ്പോൾ ഹൈറ്റ് കിട്ടിയില്ലോ. എത്രയാണ് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്? കിട്ടി 9.4 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. നിരപ്പായ പ്രദേശത്തെ 2 കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ ആണ്. ചെറിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ കെട്ടിടത്തിൻ്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. തന്നിരിക്കുന്ന വസ്തുതകൾ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. വലിയ കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക. എന്താ പറയണത്? ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ 2 ബിൽഡിങ്സ് ഉണ്ട്. ഒരെണ്ണം ചെറുതാണ്, ഒരെണ്ണം കുറച്ച് വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ചെറിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരാൾ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കാണ്, അതുപോലെ തന്നെ താഴേക്കും നോക്കാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കീഴ്ക്കോണാണ്? 30 ഡിഗ്രി കീഴ്ക്കോൺ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അങ്ങനെയാണെങ്കിൽ ആ വലിയ കെട്ടിടത്തിൻ്റെ ഉയരം ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. ആദ്യമായ ഗ്രൗണ്ട് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെറിയ ബിൽഡിങ്, പിന്നെ
ഒരു വലിയ ബിൽഡിങ്. ഇവ തമ്മിലുള്ള അകലം എത്രയാ? ഈ രണ്ട് ബിൽഡിങ്സും തമ്മിൽ 15 മീറ്റർ അകലുണ്ട്. ഇനി ഈ ചെറിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രി എലിവേഷനിലാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 40 ഡിഗ്രി. 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. ഇനി ഈ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗം എത്ര ഡിഗ്രി ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കാണുന്നത്? 30 ഡിഗ്രി. 30 ഡിഗ്രി കീഴ്ക്കോണിലാണ് ഈ വലിയ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗം കാണുന്നത്. അപ്പോൾ കീഴ്ക്കോൺ എവിടെ അടയാളപ്പെടുത്താം? ഇതാണോ കീഴ്ക്കോൺ? ഇതാണോ കീഴ്ക്കോൺ? എപ്പോഴും എന്താണ് സ്ട്രെയിറ്റ് വ്യൂ എടുക്കുക. ഇനി ഒരാളുടെ ഇപ്പോൾ ഗ്രൗണ്ടിലെ കാര്യമാണ്, ആളുടെ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ ഗ്രൗണ്ടും പിന്നെ ആ റേസ്ഡ് വ്യൂവും തമ്മിലുള്ള അതാണ് ആംഗിളായിട്ട് എടുക്കേണ്ടത്. ഇനി ഗ്രൗണ്ടല്ല, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, ആ ആളുടെ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് പോണതാണ് എന്തായിട്ട് വരാം? സ്ട്രെയിറ്റ് വ്യൂ ആയിട്ട് വരാം. ഇനി അടുത്തത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ റേസ് ചെയ്യണ വ്യൂ ആണ് റേസ്ഡ് വ്യൂ ആയിട്ട് വരാം. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലേ? അതായത് എന്താ? മേൽക്കോൺ. ഇനി അതുപോലെ കീഴ്ക്കോൺ എങ്ങനെയാണ്? ഈ സ്ട്രെയിറ്റ് വ്യൂവും പിന്നെ ലോവേർഡ് വ്യൂവും അല്ലേ? താഴ്ത്തിയ കാഴ്ചയും നേരെയുള്ള കാഴ്ചയും തമ്മിലുള്ള ആംഗിൾ, ഈ ഒരു ആംഗിളാണ് എന്ത് വരാം? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് 70 ഡിഗ്രി കീഴ്ക്കോൺ, 30 ഡിഗ്രി കീഴ്ക്കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ 30 ഡിഗ്രി ഇവിടെ വരയ്ക്കരുത്. എപ്പോഴും എവിടെയാണ്? ഈ കെട്ടിടത്തിൻ്റെ സ്ട്രെയിറ്റ് വ്യൂ. ഇവിടെ ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് വ്യൂ. ഇതിപ്പോൾ ആളുടെ ഹൈറ്റ് പറയണില്ല, അതുകൊണ്ട് ഇവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് വ്യൂവും ഇവിടെ നിന്ന് താഴേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ അതാണ് എന്ത്? കീഴ്ക്കോൺ. അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇനി നമുക്ക് പേര് കൊടുക്കാം. A, B, C, D, E. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസ് 2 എണ്ണം കാണാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കെട്ടിടത്തിൻ്റെ ഉയരം. കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? AC അല്ലേ? ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ആ ഒരു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ BC പിന്നെ AB. അപ്പോൾ ACനെ നമുക്ക് എങ്ങനെ എഴുതാം? AB പ്ലസ് BC എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ 2 റൈറ്റ് ട്രയാങ്കിൾ, ഇങ്ങനത്തെ ഏത് കണക്ക് വന്നാലും നമ്മൾ എന്താ നോക്കേണ്ടത്? റൈറ്റ് ട്രയാങ്കിൾ എവിടെ ഉണ്ടെന്ന് നോക്കാം, അതിലൊരു ആംഗിൾ അറിയുമെന്ന് നോക്കാം, ഒരു സൈഡും അറിയുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ 2 റൈറ്റ് ട്രയാങ്കിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ ABE അല്ലെങ്കിൽ AEB, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. പിന്നെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ EBC അല്ലെങ്കിൽ BCE, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇതെടുത്തു കഴിഞ്ഞാൽ ABയുടെ നീളം കിട്ടും. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ BCയുടെയും നീളം കിട്ടും. ഇവിടെ നോക്കിയേ, ഈ ഒരു നീളം നമുക്കറിയാം 15 മീറ്ററാണ് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം. അപ്പോൾ ആ ഒരു അകലം തന്നെയായിരിക്കുമല്ലോ ഈ ഒരു ഭാഗവും. അപ്പോൾ ഇതെത്ര തന്നെയായിരിക്കും? ഇതും 15 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയണത് ഈ 2 ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഇതിൽ ആംഗിളും കിട്ടി, ഒരു സൈഡും കിട്ടി. ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ ഒരു ആംഗിളും കിട്ടി, ഒരു സൈഡും കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് BCയുടെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ BC കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അറിയണ ആംഗിൾ ഏതാണെന്ന് നോക്കാം. 30 ഡിഗ്രി. ഇനി അറിയുന്ന വശം 30 ഡിഗ്രിയുടെ ഏത് വശമായിട്ട് വരും? 30 ഡിഗ്രിയുടെ സമീപവശം അല്ലേ? സമീപവശമല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാ? 30 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം. അപ്പോൾ അറിയുന്ന വശം അഡ്ജസൻറ്റ് സൈഡും നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഓപ്പോസിറ്റ് സൈഡും. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? നമുക്ക് സൈനാണോ കോസാണോ ടാനാണോ? ടാനാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ടാൻ 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 30ക്ക് ഓപ്പോസിറ്റ് BC ബൈ അഡ്ജസൻറ്റ് സൈഡ് BE ഈക്വൽ ടു BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നീളം. BE എത്രയാണ്? 15 മീറ്റർ. ഇനി അപ്പോൾ BC എങ്ങനെ കിട്ടും? ഈ 15നെ ടാൻ 30യുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടും? 15 ഇൻറ്റു ടാൻ 30. ടാൻ 30 ടേബിളിൽ നോക്കിയേ എത്രയാ? 15 ഇൻറ്റു 0.574
ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8.66 മീറ്റർ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 5, 7, 7, 4 ഇത് മൊത്തം എടുത്ത് ഗുണിക്കണമെന്നില്ല, ഒന്നില്ലെങ്കിൽ 3 എടുത്താലും മതി. ഇൻറ്റു എന്ത് ചെയ്യുക? 15 ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിൽ എത്ര സ്ഥാനമുണ്ട് അത്രയും സ്ഥാനം തന്നെ ഉത്തരത്തിലും കിട്ടണം. ഇനി അടുത്ത് അപ്പോൾ നമുക്കിവിടെ ബി സിയുടെ നീളം കിട്ടി 8.66 മീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ബിയുടെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ എ ബിയുടെ നീളത്തിന് നമ്മൾ എടുക്കണ ആംഗിൾ ഏതാ? 40 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് 40യുടെ ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ അറിയുന്ന സൈഡ് ഏതാ? 40യുടെ അഡ്ജസൻറ്റ് സൈഡ് ഇ ബി അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നെയാണ്? ടാൻ തന്നെയാണ് എടുക്കേണ്ടത്. ടാൻ എന്താ എടുക്കേണ്ടത്? 40. ടാൻ 40 ഈക്വൽ ടു എത്രയാ? എ ബി ബൈ ബി ഇ, അതായത് എ ബി ബൈ 15. എ ബി എത്രയായിരിക്കും? 15 ഇങ്ങോട്ട് വരുമ്പോൾ 15 ഇൻറ്റു ടാൻ 40. 15 ഇൻറ്റു ടാൻ 40 നോക്കിയേ, 0.8391. 8391 ഇൻറ്റു 15 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 12.5865. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 12.59 എന്ന് എടുക്കാം. 59 മീറ്റർ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എ ബി കിട്ടി 12.59ഉം ബി സി കിട്ടി 8.66ഉം. ഇതെത്രയാണ്? 12.59. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി, അതായത് എന്താണ് ഹൈറ്റ് ഈക്വൽ ടു എന്താ? എ ബി ഈക്വൽ ടു എ ബി അല്ല എ സി, എ ബി പ്ലസ് ബി സി. എ ബി എത്രയാ? 12.59 പ്ലസ് ബി സി എത്രയാ? 8.66. എത്ര കിട്ടും? 21.25. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി? 21.25 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പുഴയുടെ അരികത്ത് നിൽക്കുന്ന ഒരാൾ അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൻ്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നു. 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 35 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ആളിൻ്റെ ഉയരം 1.6 മീറ്റർ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അതും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് വേണം. അതേപോലെ തന്നെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ 1.6ഉം കൂടി എടുത്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പുഴയുടെ അറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു വലിയൊരു മരം. ആ മരത്തിന് ഇപ്പുറത്തെ പുഴയുടെ അപ്പുറത്തെ സൈഡ് മരം അക്കരയാണെങ്കിൽ ഇയാൾ നിൽക്കുന്നത് ഇക്കരയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് അയാൾ അക്കരെയുള്ള മരത്തിൻ്റെ മുകളറ്റം നോക്കാണ്. അപ്പോൾ എത്ര ഡിഗ്രി മേൽക്കോണാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രിയാണ്. അത്രയും ഇതിലേക്കാണ് നോക്കേണ്ടി വരുന്നത്. അത്രയും റേസ്ഡ് വ്യൂ ഉണ്ടായിരുന്നു. ഇനി 20 മീറ്റർ പുറകിലോട്ട് മാറി ഇന്ന് നോക്കിയപ്പോൾ അത് നേരെ പകുതിയായി 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനായി മാറി. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പുഴയുടെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കുക. നമുക്ക് ചിത്രം വരയ്ക്കാം. അപ്പോൾ ഇത് ഈ പുഴയുടെ അക്കരെ നിൽക്കുന്ന മരം. ഇനി ഇതാണ് പുഴ, ഇവിടം വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ആദ്യം ആൾ നോക്കണത് മരത്തിനെ. ആളുടെ ഹൈറ്റ് എത്രയാണ്? 1.6. അപ്പോൾ മരത്തിനെ നോക്കണത് എത്ര ഡിഗ്രി മേൽക്കോണിലാണ്? 70 ഡിഗ്രി. അപ്പോൾ മേൽക്കോൺ എങ്ങനെ വരയ്ക്കുക? ഇതാണ് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ, ഇത് പുഴ, മനസ്സിലായില്ല? ഇത് പുഴ, ഇവിടെ ഈ പുഴയുടെ സൈഡിലുള്ള മരം. ഈ മരത്തിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഇയാൾ നോക്കണത്. അപ്പോൾ ആളുടെ സ്ട്രെയിറ്റ് വ്യൂ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അതിൽ നിന്ന് അയാൾ എത്ര മുകളിലേക്ക് ഉയർത്തണം കാഴ്ച? ഉയർത്തിയ നോട്ടം ഉയർത്തി നോക്കി. അപ്പോൾ എത്രയാണ്? 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് മരത്തിൻ്റെ മുകളറ്റം കാണാൻ പറ്റിയത്. ഇനി അയാൾ ബാക്കിലേക്ക് നീങ്ങാണ്. എത്ര മീറ്റർ? 20 മീറ്റർ ബാക്കിലേക്ക് നീങ്ങിയിട്ട് അവിടെ നിന്നിട്ട് മരത്തിൻ്റെ മുകളറ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേ ആളുടെ ഉയരം 1.6 മീറ്റർ തന്നെ. ഇനി ഇവിടെ നിന്നും എന്ത് തന്നെയാണ്? സ്ട്രെയിറ്റ് വ്യൂ എടുക്കുക, അതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള
ഉയർത്തിയ നോട്ടം, റേസ്ഡ് വ്യൂ. ഇതെത്രയാണെന്നാണ് പറഞ്ഞത്? ഇത് 35 ഡിഗ്രി. ഇതാണ് ചിത്രം. അപ്പോൾ ഇനി അതിനൊക്കെ പേര് കൊടുക്കുക. എ, ബി, സി, ഡി. ഇനി അറിയണ ആംഗിൾസൊക്കെ എഴുതാം. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്ര തന്നെയായിരിക്കും? 20 മീറ്റർ തന്നെയായിരിക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മരത്തിൻ്റെ ഉയരം, പിന്നെ പുഴയുടെ വീതി. അതായത് ഏതൊക്കെയാ? എ ബി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഉയരം കറക്റ്റല്ല. മരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എ ബിയുടെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം? 1.6 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മരത്തിൻ്റെ ഉയരം കിട്ടും. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഏതാ? ബി സി അല്ലേ? ബി സി എന്ന് പറഞ്ഞാൽ എന്താ? പുഴയുടെ വീതി അല്ലേ? അപ്പോൾ ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് 2 ട്രയാങ്കിൾസാണ് വേണ്ടത്. അതിൽ 2 റൈറ്റ് ട്രയാങ്കിൾസ്. 2 റൈറ്റ് ട്രയാങ്കിൾസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഏതൊക്കെയാണ് 2 റൈറ്റ് ട്രയാങ്കിൾസ്? ഒന്ന് ട്രയാങ്കിൾ എ ബി ഡിയും ഒന്ന് ട്രയാങ്കിൾ എ ബി സിയും. എ ബി ഡിയിൽ നമുക്ക് അറിയണ ഒരു ആംഗിൾ ഉണ്ട്. ഏതാ? 35 ഡിഗ്രി. പക്ഷേ സൈഡ് വല്ലതും അറിയോ? എ ബി ഡി. ഇതിലേതെങ്കിലും ഒരു സൈഡ് അറിയോ? എ ഡി അറിയില്ല, എ ബി അറിയില്ല, ബി ഡിയും അറിയില്ല. ബി ഡിയുടെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു കഷ്ണം മാത്രം അറിയാം, 20 മീറ്റർ. പക്ഷെ ഒരു സൈഡ് മൊത്തമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ എ ബി സി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആകെ ഒരു ആംഗിൾ 70 ഡിഗ്രി. ഇത് മാത്രമേ അറിയുള്ളൂ. വേറെ എന്തറിയില്ല? വേറെ സൈഡുകളുടെ ഇതൊന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുള്ള ട്രയാങ്കിൾ വെച്ചിട്ട് അങ്ങോട്ട് നോക്കുക. ട്രയാങ്കിൾ എ ബി ഡിയിൽ എ ബി ഡി അല്ല, ട്രയാങ്കിൾ എ സി ഡി എടുക്കുക. ട്രയാങ്കിൾ എ സി ഡി. ഈ ട്രയാങ്കിൾ എ സി ഡി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 35 ഡിഗ്രി. ഇതെത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ എത്രയാണ്? 70. അപ്പോൾ ഇതെത്രയായിരിക്കും? ഇത് 70 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഈ ഒരു ഭാഗം 110 ആയിരിക്കും അല്ലേ? ഇത് മൊത്തം 180 ആവണം. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്? 110. അപ്പോൾ ഈ ഭാഗം നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ട്രയാങ്കിൾ എ സി ഡിയിൽ 2 ആംഗിൾ എത്രയാണ്? 110ഉം 35ഉം എത്രയാ? 145. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 180ൽ നിന്ന് 145 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ ഒരു ആംഗിളും കൂടി കിട്ടും. എത്രയായിരിക്കും അത്? 35 ഡിഗ്രി. അപ്പോൾ ഇതെത്രയാണെന്ന് കിട്ടി? 35 ഡിഗ്രി. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ 2 ആംഗിൾ എന്താണ്? സെയിം ആണെന്ന് കിട്ടി അല്ലേ? ഇൻ ട്രയാങ്കിൾ എ സി ഡിയിൽ ആംഗിൾ സി എ ഡി ഈക്വൽ ടു ആംഗിൾ എ ഡി സി എന്താണെന്ന് കിട്ടി? 35 ഡിഗ്രി ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ ട്രയാങ്കിൾ എന്താണ്? ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും എന്തുതന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 35ൻ്റെ എതിർവശം എ സിയും അതുപോലെ ഈ 35ൻ്റെ എതിർവശം ഡി സി. അപ്പോൾ എ സി ഈക്വൽ ടു എന്ത് കിട്ടി? ഡി സി എന്ന് കിട്ടി. നമുക്ക് ഡി സിയുടെ നീളം അറിയാം. എത്രയാ? ഡി സി ഈക്വൽ ടു 20 മീറ്റർ. അപ്പോൾ എ സിയും എത്ര തന്നെയാണെന്ന് കിട്ടി? 20 മീറ്ററാണെന്ന് കിട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഉള്ള അവസരങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആംഗിളും ഒരു വശം കിട്ടാനില്ല, നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും കിട്ടും. അപ്പോൾ നോക്കുക, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കവാറും എന്തായിരിക്കും? ഐസോസിലസ് സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് തന്നിരിക്കും, മറ്റേ സൈഡ്. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവും. അപ്പോൾ ഇത് എന്ത് കിട്ടി? എ സി സമം ഡി സി, അതായത് 20 മീറ്റർ എന്ന് കിട്ടി. ഈ 20 മീറ്റർ എന്ന് പറയണത് ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും ഒരു സൈഡും കിട്ടിയില്ലേ? ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ സി ബി എത്രയാണ്? 70 ഡിഗ്രിയും പിന്നെ ഏത് വശം നമുക്ക് അറിയണ വശം?
ഏതാ ഇതെത്ര ഡിഗ്രി? ഇത് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് 90ൻ്റെ ഓപ്പോസിറ്റ് വശമാണ് നമുക്ക് അറിയണത് 20 മീറ്റർ. അതായത് ഇതെന്താ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ എ സി ഈക്വൽ ടു എത്ര കിട്ടി? 20 മീറ്റർ. അത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാ? എ ബി. മനസ്സിലായില്ല? ആംഗിൾ 70 ഡിഗ്രി, ഹൈപ്പോട്ടിന്യൂസ് 20 മീറ്റർ. കണ്ടുപിടിക്കേണ്ട വശം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ആംഗിൾ 70 ഡിഗ്രി, അതായത് ഏതാ? എ ബി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് എടുക്കേണ്ട റേഷ്യോ. അതായത് സൈൻ ഏതാ എടുക്കേണ്ട? സൈൻ 70 ഈക്വൽ ടു എന്താ? എ ബി ബൈ എ സി. എ ബി ബൈ എ സിക്ക് പകരം എന്ത് എഴുതാം? 20. സൈൻ 70 എത്രയാണെന്ന് നോക്കിയേ. സൈൻ 70.9397. ഈ 20ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? ഇൻറ്റു 20 ആണ് എന്ത്? എ ബി. അപ്പോൾ എ ബി എത്രയാണ്? 18.79. എന്താ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18.79 കിട്ടും. അപ്പോൾ ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈറ്റ് ഓഫ് ദ ട്രീ ആയോ നമുക്ക്? ഇല്ല. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഈ എ ബിയുടെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം? ഈ 1.6 കൂടി വന്നാലാണ് മരത്തിൻ്റെ നീളം അറിയുള്ളൂ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു എന്താ? 18.79 പ്ലസ് എന്താ 1.6 ഈക്വൽ ടു എന്ത് കിട്ടി? 20.39. മനസ്സിലായില്ല? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടി 20.39. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടി കണ്ടുപിടിക്കാനുണ്ട്, ബി സി. അതും സെയിം ട്രയാങ്കിൾ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. പുഴയുടെ വീതി അല്ലേ? പുഴയുടെ വീതി എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഭാഗം. അപ്പോൾ പുഴയുടെ വീതി എടുക്കണമെങ്കിൽ ഏതെടുക്കണ്ട? ഈ ട്രയാങ്കിൾ തന്നെ. ട്രയാങ്കിൾ എ ബി സിയിൽ 70 ഡിഗ്രി അറിയാം, ഹൈപ്പോട്ടിന്യൂസ് അറിയാം. കണ്ടുപിടിക്കേണ്ടത് എന്താ? ബി സി. ബി സി എന്ന് പറയുന്നത് 70യുടെ എന്ത് സൈഡാ? അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഏത് എടുക്കണം? കോസ് 70 എടുക്കണം. കോസ് 70 ഈക്വൽ ടു എന്താ? ബി സി ബൈ എ സി. അഡ്ജസൻറ്റ് സൈഡ് സമീപവശം ബൈ കർണം എത്രയാ? 20. അപ്പോൾ കോസ് 70 എത്രയാണെന്ന് നോക്കാം. കോസ് 70.3420 ഇൻറ്റു 20 ആയിരിക്കും എന്ത്? പുഴയുടെ വീതി ബി സി. ബി സി ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.84 മീറ്റർ കിട്ടും. മനസ്സിലായല്ല? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലെ ഒരുവിധം കണക്കുകളൊക്കെ ഇങ്ങനത്തെ കണക്കുകളായിരിക്കും ചോദിക്കുക. എല്ലാം ചെയ്യേണ്ട രീതി ഏകദേശമൊക്കെ എന്താ ഒരേപോലെ തന്നെയാണ്. നമുക്ക് റൈറ്റ് ട്രയാങ്കിളും ഒരു സൈഡ് ഒരു ആംഗിളും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ വ്യാസം എത്രയാണ്? ത്രികോണത്തിൻ്റെ മറ്റ് 2 വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇവിടെ നമുക്ക് എന്താ? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. പിന്നെ ആ ട്രയാങ്കിളുടെ 3 വെർട്ടിസസ് 3 മൂലകളും എന്തിൻ്റെ? വൃത്തത്തിലെ ബിന്ദുക്കളാണ്, സർക്കിളിലുള്ളതാണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ വ്യാസം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെയും ചെയ്തു ഇതേപോലത്തെ കണക്ക്. എന്താണ്? എ ബി സി ആണെങ്കിൽ ഈ ബി സി എന്തായിരിക്കും? 2r സൈൻ എ അല്ലേ? ഇനി എ സി എന്തായിരിക്കും? 2r സൈൻ ബി. എ ബി എന്തായിരിക്കും? 2r സൈൻ സി. ഈ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോണത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്ന് നമുക്ക് വ്യാസം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇവിടെ ബി സി ഈക്വൽ ടു എന്താ തന്നിരിക്കണേ? 6 സെൻറ്റിമീറ്റർ. ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2r സൈൻ എ എന്ന് എഴുതാം അല്ലേ? 2r. ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? എ. പക്ഷെ നമുക്കിവിടെ എ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് പകരം ഇവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 55 പ്ലസ് 50 ഈക്വൽ ടു എത്രയാ? 180 മൈനസ് 105, അതായത് 75 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ എത്രയാണെന്ന് കിട്ടി? 75. അപ്പോൾ ഇവിടെ ബി സിക്ക് പകരം ബി സി ഈക്വൽ ടു 2r സൈൻ 75. അതെത്രയാണെന്നറിയാം നമുക്ക്? 6.
ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആറാണോ കണ്ടുപിടിക്കേണ്ടത്? ആറല്ല, നമുക്ക് 2r ആണ് വേണ്ടത്. വൃത്തത്തിൻ്റെ വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2r ഇവിടെ ഇരുന്നോട്ടെ. ഈ sin 75നെ ഈ വശത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ അതെന്തായിരിക്കും? 2r ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇവിടെ ആരുണ്ട്? 6 ഉണ്ട്. sin 75 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ബൈ sin 75. 6 ബൈ sin 75 എത്രയാ? 0.97. 0.97 നമുക്ക് എങ്ങനെയാണ് ഹരിക്കുക? ആദ്യം തന്നെ അതിൻ്റെ പോയിൻ്റ് എടുത്ത് കളയണം അല്ലേ? പോയിൻ്റ് എടുത്ത് കളയാനായിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഗുണിക്കുക? ഇൻറ്റു 100. അത് തന്നെ എവിടെയും ഗുണിക്കണം, അംശത്തിലും ഗുണിക്കണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതെന്തായി? 600. ഇനി 0.97 ഇൻറ്റു 100 എന്താവും? പോയിൻ്റ് പോയി കിട്ടും, 97 ആവും. ഇനി 18. റേഡിയസ് എത്ര കിട്ടി? 6.18. ഇനി നമുക്ക് എന്തെടുക്കാം? എ ബിയും ബി സിയും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് അല്ല, ഡയമീറ്ററാണ് കിട്ടിയത്. ഡയമീറ്റർ 6.18. അതിനെ നമുക്ക് എങ്ങനെയാക്കാം? 6.2 എന്നിടാം. 6.2 സെൻറ്റിമീറ്റർ ആണ് ഈ വൃത്തത്തിൻ്റെ വ്യാസം. ഇനി ബാക്കിയുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കിനി ഏത് വശങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബിയും എ സിയും. അപ്പോൾ എ ബി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എ ബി ഈക്വൽ ടു 2r സൈൻ എന്തായിരിക്കും? എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ സി, അതായത് എത്രയാ? 50 ഡിഗ്രി അല്ലേ? അപ്പോൾ 2r നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 6.2. വ്യാസം 6.2, ഡയമീറ്റർ 6.2 കിട്ടി. ഇനി സൈൻ 50 നോക്കിക്കഴിഞ്ഞാൽ 0.766 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4.7 സെൻറ്റിമീറ്റർ. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി. എ സി എന്താണ്? 2r സൈൻ ബി അല്ലേ? എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ബി. എത്ര ആംഗിൾ ബി? 55 ഡിഗ്രി. അപ്പോൾ സൈൻ 55. 2r എത്രയാ? 6.2. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. സൈൻ 55 0.8192 ഈക്വൽ ടു 5.1 സെൻറ്റിമീറ്റർ. ഇപ്പം എല്ലാത്തിൻ്റെയും നീളം കിട്ടിയില്ല. ഒരെണ്ണം 4.7, ഒരെണ്ണം 5.1 സെൻറ്റിമീറ്ററും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കണേക്കാളും മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തത് വിചാരിക്കണത് സർക്കിൾസിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. പിന്നെ അടുത്തത് കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻസ്. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ കോൺസെപ്റ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിങ്കിൾ ചെയ്ത് പോണ ചാപ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓരോ ചാപ്റ്ററായിട്ട്. ഇപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അല്ല, 2 ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തത്. അത് വലിയ വീഡിയോ ആയിരുന്നു. അത് 2 മണിക്കൂറിൽ കൂടുതലുണ്ട്. അത് 2 വീഡിയോ ആയിട്ട് ഇട്ടേ. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ വീഡിയോ കാണാൻ അധികം ആൾക്കാരില്ല. കാരണം അത്ര ക്ഷമ നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മാക്സിമം ഷോർട്ടാക്കിയിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റൊക്കെ കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ പ്ലീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി. വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ 30 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്? ഇവിടെ കെട്ടിടത്തിൻ്റെ ഉയരം ഓൾറെഡി തന്നിട്ടുണ്ട് 20 മീറ്റർ. കുട്ടിയുടെ ഉയരവും തന്നിട്ടുണ്ട് 1.5 മീറ്റർ. പിന്നെ വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് കാറ്. ആ കാറ് കുട്ടി കാണണത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ, കീഴ്ക്കോണിൽ. അങ്ങനെയാണെങ്കിൽ എത്ര അകലെയാണ് കാറ്? കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ് കാറ് നിർത്തിയിട്ടിരിക്കുന്നത്? അപ്പോൾ കാറും ആ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏകദേശ ചിത്രം വരയ്ക്കുക അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ചിത്രം വരയ്ക്കണം. ചിത്രം വരയ്ക്കണതിന് 1 മാർക്ക് എന്തായാലും കാണും. അപ്പോൾ ചിത്രം ആദ്യം തന്നെ വരയ്ക്കാം. എന്താ? ഒരു ഗ്രൗണ്ട്, ഇവിടെ കെട്ടിടം, ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ 1.5 മീറ്റർ നീളമുള്ള കുട്ടി.
അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം എത്രയാണ് 1.5 മീറ്റർ. ഇനി കുട്ടി ഇവിടെ നിന്ന് നോക്കുകയാണ്, എവിടെയാണ് കാറ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടി കാറിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ എങ്ങനെയായിരിക്കും? കുട്ടി ഇവിടെ നിൽക്കണേ, കുട്ടിയുടെ കണ്ണിൽ നിന്നുള്ള നേരെയുള്ള സ്ട്രെയിറ്റ് വ്യൂ, നേരെയുള്ള നോട്ടം ഇത്. ഇനി കാറിലേക്കുള്ള നോട്ടം ഏതാ? ഇത്. അപ്പോൾ ഏതാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ഇതാണോ ഇതാണോ? ഇതാണല്ലേ. സ്ട്രെയിറ്റ് വ്യൂവും ലോവേർഡ് വ്യൂവും, നേരെയുള്ള നോട്ടവും താഴ്ന്ന നോട്ടവും തമ്മിലുള്ള ആംഗിളാണ് കീഴ്ക്കോൺ അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 30 ഡിഗ്രി കീഴ്ക്കോണിൽ നോക്കിയപ്പോഴാണ് ഇവിടെ ആരിനെ കാണുന്നത്? കാറിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് ചിത്രം. അപ്പോൾ ചിത്രത്തിലെല്ലാം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിൽ എ ബി കെട്ടിടത്തിൻ്റെ ഉയരല്ല. എ ബി എന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ മുകളിൽ കുട്ടിയും കൂടി നിൽക്കുമ്പോഴുള്ള നീളമാണ് എ ബി അല്ലേ. ശരിക്കും കെട്ടിടം എവിടം വരെയാ? ഇവിടം വരെയാണ് ഉള്ളത്. ഇവിടം തൊട്ട് കുട്ടി നിൽക്കണതാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് കെട്ടിടത്തിൻ്റെ ഉയരം. അത് എത്രയാണ് തന്നിട്ടുണ്ട്? അത് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കെട്ടിടവും കാറും തമ്മിലുള്ള അകലം. നമുക്ക് ഈ ഒരു ലെങ്ത്താണ് കിട്ടേണ്ടത്, BC ആണ് കിട്ടേണ്ടത്. ബാക്കി എല്ലാം എഴുതിയിട്ടുണ്ട്. 30 ഡിഗ്രി കീഴ്ക്കോണിൽ കാറ് നിർത്തിയിട്ടിരിക്കുന്നു. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി കിട്ടി. പിന്നെ ഇവിടുത്തെ 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് AB എത്രയാണ്? 21.5 അല്ലേ. ഇത് 20യും ഇതെത്രയാണ്? പ്ലസ് 1.5ഉം വരുമ്പോൾ 21.5 ആണ് ഈ AB എന്ന് പറഞ്ഞ വശത്തിൻ്റെ നീളം. നമുക്ക് വേണ്ടത് ഏതാ? BCയുടെ നീളമാണ്. അപ്പോൾ നമുക്ക് എന്തെടുത്താൽ മതി? tan 60 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? BC/AB. അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അല്ലാണ്ടും ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 60 ഡിഗ്രി, ഇതെത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇതെത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റുള്ള വശം എന്തായിരിക്കും? എക്സ് ഇൻറ്റു √3യും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള വശം എത്രയായിരിക്കും? 2 ഇൻറ്റു എക്സും ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ്. 30, 60, 90 എന്ന ആംഗിൾസ് ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:√3:2 പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 30, 60, 90 ആണല്ലോ. ട്രയാങ്കിൾ ABC ആംഗിൾസ് തമ്മിൽ ആംഗിൾസ് ഏതൊക്കെയാണ്? 30, 60, 90. ഇനി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? AB. അതെത്രയാണ്? 21.5 അല്ല, 20 + 1.5 21.5. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം എന്തായിരിക്കും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എക്സ് √3. അപ്പോൾ ഇത് എത്രയായിരിക്കും? 21.5 ഇൻറ്റു √3. ആൻസർ കിട്ടിയില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുതന്നെയാണ്? BCയുടെ നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് ഏതാ? കെട്ടിടവും കാറും തമ്മിലുള്ള അകലം, അതായത് BC എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിന് ഓപ്പോസിറ്റ്? 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 30ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 21.5 ആണെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 21.5 ഇൻറ്റു √3 ആയിരിക്കും. 21.5 ഇൻറ്റു √3. BC = അല്ലെങ്കിൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ കാർ എന്താ? 21.5 ഇൻറ്റു √3 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. 2 വശങ്ങളുടെ നീളങ്ങൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രിയുമായ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. അടുത്ത ഒരു വശം 8 സെൻറ്റിമീറ്ററും അതിൽ ഒരു കോൺ 40 ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണം? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? 2 വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലുള്ള ആംഗിൾ കോൺ 40 ഡിഗ്രി. ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കണം ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ½ BH.
അപ്പോൾ ഇവിടെ ബി നമുക്കറിയാം അല്ലേ, 8 സെൻറ്റിമീറ്റർ. ഇവിടെ 8-ന് പകരം 6 എടുത്താലും കുഴപ്പമില്ല കേട്ടോ, 6 എടുത്താലും കണക്ക് ലാസ്റ്റ് വരുമ്പോൾ ശരിയായിരിക്കും. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി നമുക്ക് കിട്ടി 8 സെൻറ്റിമീറ്റർ. നമുക്ക് കിട്ടാനുള്ള ഒരാളാരാ, ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലേ, എതിർ മൂലയിൽ നിന്ന് വശത്തേക്കുള്ള ലംബം, അതിൻ്റെ നീളമാണ് ഹൈറ്റ് എന്ന് പറയണത്. ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി, 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് പേര് കൊടുക്കാം ABC. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹൈറ്റാണ്. നമുക്ക് ഉള്ള ആംഗിൾ ഏതാ, 40 ഡിഗ്രി. 40 ഡിഗ്രിയുടെ എന്താണ് ഹൈറ്റ്, 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും ഈ ഹൈറ്റ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അറിയണ വശം ഏതാ, 6 സെൻറ്റിമീറ്റർ. അത് 40 ഡിഗ്രിയുടെ എന്തായിട്ട് വരും, അത് 40 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡായിട്ട്, അഡ്ജസൻറ്റ് സൈഡല്ല, ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും. കാരണം ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അപ്പോൾ ഇത് ഹൈപ്പോട്ടിന്യൂസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം എതിർവശം, നമുക്ക് അറിയണ വശം കർണം. അപ്പം എതിർവശം ബൈ കർണം എന്തായിരിക്കും, സൈൻ. നമുക്ക് വേണ്ട ഇതെന്താ, സൈൻ 40 എന്താണ്, എച്ച് ബൈ കർണം എത്രയാ, 6. സൈൻ 40 എത്രയാ, 0.6428 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എച്ച് കിട്ടും. 0.6428 ഇൻറ്റു 6 ചെയ്താൽ എച്ച് ഈക്വൽ ടു 3.8568. അതിന് നമുക്ക് വേണമെങ്കിൽ 3.86 മീറ്റർ, സെൻറ്റിമീറ്റർ. നമുക്ക് ഹൈറ്റ് എത്രയാണ്, 3.86ന് നമുക്ക് 3.9 സെൻറ്റിമീറ്റർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു ഹാഫ് BH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എന്താ, പാദം 8, ഉയരം 3.9, എത്ര കിട്ടും, 4. അപ്പോൾ 3.9 ഇൻറ്റു 4 എത്രയാ, 9 4 36, 4 3 12 3 15, 15.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വശം 8 സെൻറ്റിമീറ്ററും ഒരു കോൺ 40 ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആവണം. ഇപ്പോൾ ഇതാണ് 8 സെൻറ്റിമീറ്റർ. അതിൽ ഒരു കോണ് എത്രയാണ്, 40 ഡിഗ്രി. ഇനി നമുക്ക് ഈ വശത്തിൻ്റെ നീളം തന്നിട്ടില്ല, ഈ വശത്തിൻ്റെ നീളത്തിനെ പറ്റിയാണ് ചോദിക്കണേ. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആവണം, എങ്ങനെ വരയ്ക്കും. നമുക്കറിയണ ഒരു കാര്യമുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിലേക്കാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്, അടുത്ത ലൈൻ വരയ്ക്കേണ്ടത്. മനസ്സിലായില്ല. ഇതിൻ്റെ നീളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, അത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 40 ഡിഗ്രി. 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് നമുക്ക് കുറേ ലൈൻസ് വരയ്ക്കാം. അതിൽ ഏറ്റവും കുറഞ്ഞ ലൈൻ, ഏറ്റവും നീളം കുറഞ്ഞ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ലൈനിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന എന്തായിരിക്കും, ഇത് ലംബമായിരിക്കും. മനസ്സിലായോ. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് നമുക്ക് പല ലൈൻസ് വരയ്ക്കാം അല്ലേ. അപ്പം അതിൽ ഏറ്റവും ചെറിയ ലൈൻ ഏതായിരിക്കും, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഈ ഏറ്റവും നീളം കുറഞ്ഞ വര. മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഇവിടെ സിയിൽ നിന്ന് ഈ AB എന്ന ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ CA എന്ന് പറയുന്നത്. മനസ്സിലായോ. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ, ACയുടെ നീളം, അതായത് CAയുടെ ഈ ഒരു ലൈനിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും എന്താണെന്ന് കിട്ടി, റൈറ്റ് ട്രയാങ്കിളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. അപ്പോൾ BC എന്തായിട്ട് വരും, BC ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസാണ്. ഇനി AC എന്താണ്, 40 ഡിഗ്രി നമുക്കിവിടെ അറിയണ ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AC, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും വെച്ചിട്ടുള്ളത് എന്താ, സൈൻ. അപ്പോൾ സൈൻ 40 എന്ന് പറയുന്നത് എന്തായിട്ട് വരും, AC ബൈ BC. അല്ല AC നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിന്യൂസ് നമുക്കറിയാം എത്ര, 8 സെൻറ്റിമീറ്റർ.
അപ്പോൾ എ സി ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 40. സൈൻ 40 ടേബിളിൽ നോക്കാം എത്രയാ, 8 ഇൻറ്റു 0.64 ഈക്വൽ ടു 5.12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. എത്ര കിട്ടിയ 5.12 സെൻറ്റിമീറ്റർ.